എല്ലാവർക്കും നമസ്കാരം. നോ ഇൻ ദ ബൈബിൾ എന്ന എപ്പിസോഡിൽ നമ്മൾക്കിന്ന് സംസാരിക്കുവാനുള്ളത് സങ്കീർത്തനങ്ങളിൽ നിന്നാണ്, സാംസിൽ നിന്നാണ് നമ്മൾക്ക് സംസാരിക്കുവാനുള്ളത്. അപ്പോൾ ഈ സാംസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? സോങ്സ് ആണ്, എന്ന് വെച്ചാൽ ഗീതങ്ങളാണ്. അതായത് 150 ഗീതങ്ങൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ദാവീദ് തന്നെയാണ്. ദാവീദ് മാത്രമല്ല, കോരഹപുത്രന്മാരുണ്ട്, ആസാഫുണ്ട്, മോശയുണ്ട്, ശലോമോനുണ്ട്. ഇനി അതുകൂടാതെ എന്താണ്, ഏഥാൻ, ഹേമാൻ എന്ന് പറയുന്ന 2 വ്യക്തികളും കൂടെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ അജ്ഞാതരായ എഴുത്തുകാരുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ചിലതൊക്കെ ആരാണ് എഴുതിയത് എന്നുള്ളത് ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എനിവേ എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മൾക്കറിയാം, ഈ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സാംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്നത് ആരെക്കുറിച്ചാണ്? ദാവീദിനെ കുറിച്ചാണ്. കാരണം ഇതിനകത്ത് 73 സങ്കീർത്തനങ്ങൾ ദാവീദാണ് എഴുതിയിരിക്കുന്നത്. ദാവീദിൻ്റെ പാട്ടുകളാണ് 73 എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓക്കെ, ഇനി അതുകൂടാതെ ആസഫ് എന്താണ്? ആസാഫ് ഒരു 12 സങ്കീർത്തനങ്ങൾ ആസാഫ് എഴുതിയിട്ടുണ്ട്. ആസാഫ് ഒക്കെ ആരാന്ന് നമ്മൾക്കറിയാം അല്ലേ? അവിടെ ദാവീദ് ആക്കി വെച്ച പാട്ടുകാരായിരുന്നു അല്ലേ? നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ സംഗീതക്കാരെ നിയമിച്ചിരുന്നു. അതിൻ്റെ നേതാവൊക്കെ ആയിരുന്നു ആസാഫ് ഒക്കെ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് 50ാമത്തെ സങ്കീർത്തനം, അതുപോലെ തന്നെ അതിനകത്ത് ചെറിയ 50ാമത്തത് ഒരു കൺഫ്യൂസ്ഡ് എന്നും പറയുന്നുണ്ട്. ഇനി എന്തായാലും നമ്മളുടെ ബൈബിളിൻ്റെ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത് 50ാമത്തെ സങ്കീർത്തനം ആരെഴുതിയതാണ്? ആസാഫായിട്ട്. അതുകൊണ്ട് നമ്മൾക്ക് ആസാഫ് എന്ന് തന്നെ അതിനകത്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ 50ാമത്തെ സങ്കീർത്തനം, പിന്നെ 73 തൊട്ട് 83 വരെയുള്ള സങ്കീർത്തനം, ഇത്രയും എഴുതിയിരിക്കുന്നത് ആരാണ്? ആസാഫാണ്. അങ്ങനെ 12 സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത് ആസാഫാണ്. ഇനി കോരഹപുത്രന്മാർ, അവർ 11 സങ്കീർത്തനം അവരുടേതായിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് 88ാമത്തെ സങ്കീർത്തനം 2 പേര് ചേർന്നിട്ടാണെന്നാണ് പറയുന്നത്. കോരഹപുത്രന്മാർക്കും പങ്കുണ്ട്. അതുകൂടാതെ ഹേമാൻ എന്ന് പറയുന്ന വ്യക്തിയും കോരഹപുത്രന്മാരും ചേർന്നാണ് എഴുതിയതെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ബൈബിളിനകത്ത് 88ാം സങ്കീർത്തനം ഹേമാനാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കോരഹപുത്രന്മാർ എത്രയാണ്? 11 സങ്കീർത്തനം അവരുടേതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? 42, പിന്നെ 44 തൊട്ട് 49 വരെ, പിന്നെ 84, 85, 87, 88, ഇത്രയും ഇങ്ങനെ 11 സങ്കീർത്തനം കോരഹപുത്രന്മാരുടേതായിട്ടുണ്ട്. ഓക്കെ, ഇനി മോസസ്, അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മോശയുടെ സങ്കീർത്തനം ഏതാണ് എന്നും എല്ലാവർക്കും അത് ശുശ്രൂഷിക്കുവാൻ ഒത്തിരി ഭയമുള്ളതുമാണ് അല്ലേ? 90ാം സങ്കീർത്തനം. അതൊരു മരണവീടിലാണ് പൊതുവെ എന്താണ് അത് വായിക്കുന്നതെന്ന് നമ്മൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ മോശയുടെ സങ്കീർത്തനമാണ് 90ാം സങ്കീർത്തനം. ഇനി ശലോമോൻ നമ്മൾക്കറിയാം, ദാവീദിൻ്റെ മകൻ അല്ലേ? ശലോമോൻ രാജാവ്. ഓക്കെ, സോളമൻ രാജാവ്. അപ്പോൾ ഈ സോളമൻ രാജാവിൻ്റെ സങ്കീർത്തനമാണ് 72, 127 ശലോമോൻ രാജാവിൻ്റെതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹേമാൻ 88, ഏഥാൻ 89, ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് ചിലതൊക്കെ കൺഫ്യൂസ്ഡ് ആണ്, ചിലത് ദാവീദല്ല എഴുതിയതെന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് ബൈബിളിനകത്ത് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് പ്രകാരം തന്നെ നമ്മൾക്ക് അങ്ങ് വിശ്വസിച്ച് പോകാം അല്ലേ? എന്ന് വെച്ചാൽ എഴുതിയതെന്നല്ല, എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഓർക്കുക, ഈ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം 73 സങ്കീർത്തനങ്ങൾ ഈ മനുഷ്യൻ എഴുതുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? 73 എഴുതുവാനുള്ള കാരണം എന്താണ്? ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ചരിത്രങ്ങളാണ് പുള്ളി അങ്ങ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ മനുഷ്യന് കടന്നുപോയ സാഹചര്യങ്ങൾ അല്ലേ? ദാവീദിൻ്റെ ചില സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ പുള്ളി ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നും. ചിലപ്പോൾ അയ്യോ ഇത് തീരെ താഴ്ന്നു പോയല്ലോ എന്ന് തോന്നും. എന്ന് വെച്ചാൽ മാനസികമായിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ഡൗൺ ആയി എന്ന് തോന്നും. പിന്നെ എന്താണ്? ഭയങ്കര ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ഭയങ്കര ഭക്തി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് കഴിയും അല്ലേ? അപ്പോൾ സങ്കീർത്തനങ്ങൾ മെയിനായിട്ട് പ്രാർത്ഥനകൾ, സ്തുതികൾ, വിലാപങ്ങൾ എന്നൊക്കെയാണ് ഇതിനെങ്ങനെ തരം തിരിച്ചിരിക്കുന്നത്. 5 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് തരം തിരിച്ചിരിക്കുന്ന 5 ഭാഗങ്ങളായിട്ടാണ് ഈ സങ്കീർത്തനങ്ങൾ തരം തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് 1 തൊട്ട് 41 വരെ ഒരു ഭാഗം. ഇനി അടുത്തത് 42 തൊട്ട് 72 വരെ ഒരു ഭാഗം. ഇനി 73 തൊട്ട് 89 വരെ ഒരു ഭാഗം. പിന്നെ 90 തൊട്ട് 106 വരെ ഒരു ഭാഗം. പിന്നെ 107 തൊട്ട് 150 വരെ ഒരു ഭാഗം. അങ്ങനെ 5 പുസ്തകങ്ങളായിട്ടാണ് ഇതിനെ തരം തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് നമ്മളുടെ അറിവിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾക്കകത്ത് നമ്മൾക്കറിയാം, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ അനുഭവിച്ചതും അദ്ദേഹത്തിൻ്റെ അല്ലേ, എവിടെയായിരുന്നു നമ്മുടെ ശൗൽ രാജാവിനെ പേടിച്ച് ഓടിപ്പോയതും, അഭിഷേക തൈലം വീണു അല്ലേ? അഭിഷേക തൈലം വീണിട്ടും പുള്ളി എന്താണ്? രാജകീയ അഭിഷേകമാണ് വീണിരിക്കുന്നത്. എന്നിട്ടും എന്താണ്? പുള്ളിക്കെതിരെ പോരും
പോരാട്ടവും പടകളും ഒക്കെ ഇങ്ങനെ അണിനിരക്കുക. ആരാണ്? പുള്ളി ഏറ്റവും നന്നായിട്ട് പെരുമാറിയിരിക്കുന്ന ആൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് ഈ ശൗൽ രാജാവിൻ്റെ അടുത്ത് എന്താണ് ഏറ്റവും വിശ്വസ്തനായിട്ടാണ് നിന്നത്. പക്ഷേ അതൊരിക്കലും ആ പുള്ളി അത് കണക്കിട്ടില്ല. കാരണം എന്താണ്? നമ്മൾക്കറിയാം, പുള്ളിയിൽ നിന്ന് അഭിഷേകം ദൂരെ പോയി കഴിഞ്ഞു അല്ലേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിട്ടുമാറിയിട്ട് ഒരു ദുരാത്മാവ് ആരിൽ കുടികൊള്ളുകയാണ്? ഈ ശൗൽ രാജാവിൽ കയറി. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എന്താണ്? ദൈവത്തിൻ്റെ അഭിഷിക്തനായ പരിശുദ്ധാത്മാവുള്ള ദാവീദിനെ അങ്ങോട്ട് ഉൾക്കൊള്ളുവാനായിട്ട് പറ്റുന്നില്ല. ദാവീദിനെ ഒതുക്കുക, ദാവീദിനെ ഇല്ലാതാക്കുക, അതിനൊക്കെയുള്ള പരിപാടികൾ. എന്ന് വെച്ചാൽ ഈ ശൗലിനറിയാം, ശൗലിനെ രാജസ്ഥാനത്ത് നിന്നും ദൈവം നീക്കിയിരിക്കുകയാണ്. പകരം തെരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ്? ദാവീദ് രാജാവിനെയാണെന്ന് ആർക്ക് മനസ്സിലായി? ശൗൽ രാജാവിന് മനസ്സിലായപ്പോൾ പുള്ളി എന്താണ്? ദാവീദിനെ ഇല്ലാതാക്കുവാനായിട്ടുള്ള കളികൾ മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, ഇതിൽ നിന്ന് നമ്മൾക്ക് തരുന്നൊരു പാഠം എന്താണ്? ദൈവത്തിൻ്റെ അഭിഷേകം വീണതിന്, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽപ്പെട്ട ഒരെണ്ണത്തിന് ഏത് കൊലക്കൊമ്പൻ നിരൂപിച്ചാലും എന്താണ്? അതിനെ തകർക്കുവാനോ അതിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗത്തെ ഇല്ലാതാക്കുവാനോ കഴിയത്തില്ല എന്നും ദൈവത്തിൻ്റെ ഈ ഒരു വചനത്തിലൂടെ നമ്മളോട് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് കേട്ടോ. ഓർക്കുക, നമ്മൾ അല്ലേ, ആരൊക്കെ നമ്മൾക്കെതിരെ നിന്നാലും, ആരൊക്കെ നമ്മളെ തകർക്കുവാൻ നോക്കിയാലും, ആരൊക്കെ നമ്മൾക്കെതിരെ എഴുന്നേറ്റ് സംസാരിച്ചാലും, ആരൊക്കെ നമ്മളെ ചവിട്ടി കൂട്ടി ഒരു മൂലക്കിട്ടാലും എന്താണ്? ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ സമയത്ത് ഇരുത്തേണ്ടടുത്ത് ദൈവം നമ്മളെ ഇരുത്തുക തന്നെ ചെയ്യും. അതാണ് അഭിഷേകത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് വ്യക്തികളെ ഒതുക്കുവാൻ നമ്മൾ ശ്രമിക്കും, പക്ഷേ അഭിഷേകത്തെ ഒതുക്കുവാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ. അതാണ് അഭിഷേകത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് അഭിഷേകം പ്രാപിക്കണം. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ത് പ്രാപിച്ചിരിക്കണം? അഭിഷേകം പ്രാപിച്ചിരിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. പരിശുദ്ധാത്മാവില്ല എങ്കിൽ നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ വെറും ഒന്നിനും കൊള്ളാത്തവരാണ് അല്ലേ. അപ്പോൾ നമ്മളെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കുന്നത് എന്താണ്? ഈ ദൈവത്തിൻ്റെ അഭിഷേകമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ എന്താണ്? അഭിഷേകം പ്രാപിക്കാത്തവർ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ അഭിഷേകം, ഞാൻ ഒത്തിരി വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അഭിഷേകത്താൽ നിറയ്ക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ ചോദിക്കുന്നതിന് എത്ര അധികം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിന് അപ്പുറമായിട്ട് പരിശുദ്ധാത്മാവിനെ തരുവാൻ ദൈവം അവിടെ സന്നദ്ധനാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ അഭിഷേകം പ്രാപിക്കുവാനായിട്ട് തയ്യാറാകാം. ഇനി ഓർക്കുക, ഈ ദാവീദിൻ്റെ മേൽ രാജകീയ അഭിഷേകം വീണിട്ടും ദാവീദിൻ്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കിക്കും. പുള്ളി നമ്മളെയൊക്കെ പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനെ പോലെ പുള്ളി ചിന്തിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ചിന്തിച്ചത്? ചില സമയത്ത് നമ്മളുടെയൊക്കെ വിശ്വാസ ജീവിതം അങ്ങനെ തന്നെയല്ലേ. ചില സമയത്ത് ഭയങ്കര സ്ട്രോങ് വിശ്വാസം അല്ലേ. ചില സമയത്ത് എന്താണ്? ഇങ്ങനെ നനഞ്ഞ പടക്കം പോലെ ഇരിക്കും. എന്താണ്? തീരെ ഒന്നും പറ്റുന്നില്ല, പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, സ്തുതിക്കാനും പറ്റുന്നില്ല, ഇങ്ങനെ മിണ്ടാതിരിക്കും. അത്ര ടെൻഷനാണ് ജീവിതത്തിൽ അല്ലേ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഇങ്ങനെ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്യും. ദൈവമേ, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങേ ആരാധിച്ചില്ല? അങ്ങയുടെ അഭിഷേകം എൻ്റെ മേലില്ല, ഞാൻ അങ്ങയുടെ വേല ചെയ്യുന്നില്ല, എന്തുകൊണ്ടാന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് അങ്ങ് പരിഭവം പറച്ചില്ല ദൈവത്തിൻ്റെ അടുത്ത്. ദൈവമേ, അവരെ നോക്ക്, ഇവരെ നോക്ക്, അവരെങ്ങനെയല്ലേ, ഇവരെങ്ങനെയല്ലേ, എനിക്കെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പരിഭവം പറച്ചിൽ. പിന്നെ അടുത്തത് എന്താണ്? അടുത്തത് ഒന്നുമില്ലാത്തൊരു നിസ്സഹായൻ്റെ നിലവിളി, വിലാപം അല്ലെ. അവിടെ കിടന്ന് വിലപിക്കുക. കർത്താവേ, ഒന്നുമില്ല കർത്താവേ, അങ്ങനെ ഒന്ന് കടാക്ഷിക്കണമേ, എന്നോടൊന്ന് കരുണ കാണിക്കണമേ, എന്നോടൊന്ന് മനസ്സലിയണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ അങ്ങ് തിരിച്ചറിഞ്ഞല്ലേ. നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, ഇയ്യോബ് തന്നെ തിരിച്ചറിഞ്ഞതുപോലെ നമ്മൾ ദൈവത്തോട് പറയും, കർത്താവേ, ഒന്നുമില്ല, എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ പറ്റി, അങ്ങനെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് ഇങ്ങനെ നിലവിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇത്രയും രാജകീയ അഭിഷേകം വീണ ദാവീദിൻ്റെ ജീവിതത്തിൽ പോലും എന്താണ്? ഏറ്റക്കുറച്ചിലുകൾ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ സങ്കീർത്തനങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് ഓർക്കുക, നമ്മളുടെ ജീവിതത്തിലും ഒരിക്കലും വിശ്വാസ ജീവിതം ഇങ്ങനെ ഒരുപോലെ പോകത്തില്ല. അതെന്താണ്? അത് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും അല്ലേ. കാരണം നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. ഇവിടെ രാജകീയ അഭിഷേകം വീണ ദാവീദിൻ്റെ ജീവിതത്തിൽ പോലും എന്താ പറയുക, വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി അല്ലേ. 13-ാം സങ്കീർത്തനത്തിനകത്തൊക്കെ എന്താണ്? എന്നെ അങ്ങ് തള്ളിക്കളഞ്ഞോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും എത്രയോ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു, കർത്താവേ, അങ്ങനെ തള്ളിക്കളഞ്ഞോ, അങ്ങേക്ക് എന്നെ വേണ്ടേ, എന്നെ മതിയായോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. ഞാൻ ചോദിക്കാറുണ്ട്. നമ്മൾ എത്രയോ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു അല്ലേ. ഇങ്ങനെ പിന്നെ ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങാണ് എൻ്റെ സർവസ്വവും, അങ്ങാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കും അല്ലേ. അതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ എപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ
ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. കാരണം എന്താണ്? അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മളൊരു സാധാരണ മനുഷ്യനാണ് എന്നുള്ളത് ദൈവം നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. കാരണം എന്താണ്? നമ്മൾ ഒരേ സ്റ്റാൻഡിൽ പോയിക്കൊണ്ടിരുന്നാൽ എന്താണ്, നമ്മൾ എന്തോ സംഭവമാണെന്നൊക്കെ തോന്നും അല്ലേ? എന്നാൽ നമ്മളുടെ ഏറ്റക്കുറച്ചിലുകൾ, വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ തന്നെ തിരിച്ചറിയും, കർത്താവേ ഞാൻ ഇത്രയേ ഉള്ളൂ, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയും. ആ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങളും വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് മറുപടിയാണ്. നമ്മൾക്ക് വലിയ എമർജൻസി അല്ലാത്ത കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് മറുപടി കിട്ടും. എന്നാൽ ചിലപ്പോൾ എമർജൻസി ആയ സിറ്റുവേഷനിൽ പോലും ചിലപ്പോൾ മറുപടി ഇച്ചിരി താമസിച്ചെന്നിരിക്കും. അതൊക്കെ എന്തിനാണ്? അതൊക്കെ നമ്മളെ തള്ളിക്കളയാനോ മടുപ്പിക്കുവാനോ അല്ല, ദൈവത്തോട് കൂടുതൽ നമ്മളെ ഒന്നും കൂടെ അടുപ്പിക്കുവാനായിട്ടാണ്. പിന്നെ അതുകൂടാതെ എന്താണ്, നമ്മൾ ആരാണെന്ന് നമ്മൾക്കും കൂടി ഒന്ന് ബോധ്യപ്പെടണം അല്ലേ? നമ്മൾ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എന്താണ്, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ മാത്രമാണ് ഞാൻ ജയാളിയായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും വേണം. അപ്പോൾ ഓർക്കുക, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലും എന്താണ്, രാജകീയ അഭിഷേകം വീണിട്ടും ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഓർക്കുക, ഒന്നാമത്തെ സങ്കീർത്തനത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ എന്താ അവിടെ പറയുന്നത്? അവിടെ ഭയങ്കര ദൃഢനിശ്ചയത്തോടെയാണ് പറയുന്നത് അല്ലേ? പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്, അവിടുന്ന് അങ്ങോട്ട് അബ്ശലോമിൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ രചിച്ചത് തൊട്ടുണ്ട് എന്ന് വെച്ചാൽ ഒത്തിരി സ്വന്തം മകനെ പേടിച്ച് ഓടിപ്പോയതും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചത് കർത്താവേ, എനിക്ക് കരയുവാൻ കണ്ണുനീരില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് നിലവിളിക്കുന്നതും, പിന്നെ എൻ്റെ ദൈവം എൻ്റെ നിലവിളി കേട്ട് എന്നെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ പരിപാടികൾ അതിൻ്റെ ഇടയ്ക്ക് മുഴുവൻ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ 150-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് വന്നു കഴിയുമ്പോൾ എന്താണ്, സ്തുതി, മുഴുവൻ സ്തുതിയാണ്. കാരണം എന്താണ്, ദാവീദ് അറിഞ്ഞു അല്ലേ? അല്ലെങ്കിൽ ഒരു ഭക്തൻ തിരിച്ചറിയുകയാണ്, ദൈവത്തിനെ സ്തുതിച്ചാൽ മാത്രം മതി. ജീവിതത്തിൽ എന്താണ്, ഏറ്റക്കുറച്ചിലുകൾ, ഗ്രാഫ് അല്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നും താഴ്ന്നും ഒക്കെ ഇരിക്കും. പക്ഷേ അവസാനം നമ്മളെ കൊണ്ട് സ്തുതിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്ന് വെച്ചാൽ എത്ര കണ്ണുനീരൊഴുക്കിയാലും, എത്ര കരഞ്ഞാലും, എത്ര പരാജയപ്പെട്ടെന്ന് തോന്നിയാലും നമ്മളെ കൊണ്ട് അവസാനം സ്തുതിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഈ സങ്കീർത്തനങ്ങളിലൂടെ നമ്മൾക്ക് തരുന്നത്. അപ്പോൾ നമ്മളുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ സങ്കീർത്തനങ്ങളുടെ സ്ഥാനം എന്താണ്, നമ്മളെ തന്നെ മനസ്സിലാക്കുവാൻ, പിന്നെ എന്താണ്, ദൈവത്തോട് ഒന്നും കൂടെ നമ്മളെ അടുപ്പിക്കുന്നതാണ് സങ്കീർത്തനങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് പാടുവാനുള്ള ഒരവസരങ്ങൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒരുക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മൾക്ക് കാത്തിരിക്കാം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.